നമുക്ക് തന്നെ ക്വസ്റ്റ്യൻസ് വരാണ്ട് ഒരു പെഗ്ഗെങ്കിലും ഞാൻ അടിച്ചോട്ടെ എന്നുള്ള ക്വസ്റ്റ്യൻസ് അതെ അതെ അതെ, അത് പല രീതിയിലുള്ള ആൻസർ. നമ്മൾക്ക് ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയയിലും നമ്മളുടെ മീഡിയ സ്പേസിലും നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എവിടുന്നെങ്കിലും നമുക്ക് എന്തായാലും കിട്ടും. വൈൻ കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈൻ കഴിക്കുന്ന സ്ത്രീകളുണ്ടാവും. അങ്ങനെ ഒന്നും ആലോചിച്ച് ആരും ആശ്വസിക്കേണ്ട. ഏത് തരത്തിലുള്ള ആൽക്കഹോള് ഏത് അളവിലാണെങ്കിലും അതെല്ലാം തന്നെ ശരീരത്തിന് ദോഷകരമാണ്. സിറോസിസ് ഉണ്ട് ഒരു പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അവർ ആദ്യം പറയുന്നത് ഞാൻ മദ്യവെക്കാറില്ല. സോ മദ്യം മാത്രമല്ലല്ലോ അതിൻ്റെ ഒരു ഫാക്ടറായിട്ടുള്ളത്, വേറെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഉണ്ട്, അതായത് സിറോസിസിൻ്റെ അതുപോലെ തന്നെ ലിവർ ഫെയിലിയറിൻ്റെയും നമ്പറുകൾ പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരാനും ചില കാരണങ്ങളുണ്ട്. കൊച്ചി ചുറ്റുവട്ടത്തുള്ള നഗരത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒരു ഔട്ട് ബ്രേക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാടധികം രോഗികൾ ഈ ഒരു ലിവർ ഫെയിലിയറുമായിട്ട് നമ്മളുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഫാറ്റി ലിവർ എന്ന് പറയുന്ന ആ ഒരു വളരെ ഈസിലി മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ പിന്നീട് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു ലിവറിനുള്ളിൽ നീര് വയ്ക്കുന്ന ഒരവസ്ഥയിലേക്കും പിന്നീട് സിറോസിസിലേക്കും നീങ്ങി അത് ലിവർ ഫെയിലിയറിൽ വരെ എത്തുന്നതായിട്ട് വളരെയധികം ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ ഫാത്തിമ, റെസിഡൻറ്റ് ഡോക്ടർ, ഇൻറ്റഗ്രേറ്റഡ് ലിവർ കെയർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ഡാനി ജോയ്, കൺസൾട്ടൻറ്റ് സർജൻ, ഇൻറ്റഗ്രേറ്റഡ് ലിവർ കെയർ ഡിപ്പാർട്ട്മെൻറ്റ്. ഹായ് സർ. ഹലോ സർ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കേസസ് സിറോസിസ് ആണ്. ഈ അടുത്തിടെയായിട്ട് അതിൻ്റെ ട്രെൻഡ് കൂടുന്ന പോലെ സാറിന് തോന്നുന്നുണ്ടോ? സിറോസിസ് കൂടുന്നതായിട്ട് തോന്നാനായിട്ട് അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ ഡോക്ടർമാരുടെ ഇടയിലും അതുപോലെ പൊതുജനങ്ങളുടെ ഇടയിലുമുള്ള അവയർനെസ് കൂടുന്നത് ആണോ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാരണം. പണ്ടൊക്കെ ലിവറിനകത്ത് അസുഖം വരിക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മിക്കവരും അതിൽ വലിയ ഹോപ്പില്ലാതെ അധികം ചികിത്സയ്ക്കായിട്ട് മുമ്പോട്ട് പോകാതെ പലരും അതിനകത്ത് മരണത്തിന് അടിമപ്പെടുന്നതായിട്ടാണ് കാണാറുള്ളത്. ഇന്നിപ്പോൾ അവർക്ക് അതിനൂതനമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ അവൈലബിൾ ആണ്. രോഗികൾ കൂടുതലായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു. ഇത് ലിവർ ഫെയിലിയർ കാരണമാണ് ഇതിൻ്റെ ലക്ഷണങ്ങളും മറ്റുമെന്ന് കൂടുതൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു. ഇതൊന്നും അല്ലാതെ സിറോസിസിൻ്റെ അതുപോലെ തന്നെ ലിവർ ഫെയിലിയറിൻ്റെയും നമ്പറുകൾ പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരാനും ചില കാരണങ്ങളുണ്ട്. ഓക്കെ സർ, എന്താണ് ആ കാരണങ്ങളൊക്കെ? നമ്മൾ പൊതുവേ ആൾക്കാരോട് ഇപ്പം നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യുകയാണ് ഫസ്റ്റായിട്ട് സിറോസിസ് ഉണ്ട് ഒരു പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അവർ ആദ്യം പറയുന്നത് ഞാൻ മദ്യവെക്കാറില്ല. സോ മദ്യം മാത്രമല്ലല്ലോ അതിൻ്റെ ഒരു ഫാക്ടറായിട്ടുള്ളത്, വേറെ പല ഫാക്ടേഴ്സ് ഉണ്ട്. പൊതുവിൽ നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് സിറോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകളുടെ ഒരു ധാരണ അവർ മദ്യപാനിയായിരിക്കും എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും പറയുക. പക്ഷേ ഇന്നിപ്പോൾ വളരെയധികം മദ്യപിക്കാത്തവരിലും കാണപ്പെടുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഇന്നിപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം അസോസിയേറ്റഡ് ലിവർ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ വളരെയധികം കണ്ടുവരുന്നുണ്ട്. ഫാറ്റി ലിവർ ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നതും ഇതിൻ്റെ തന്നെ ഒരു വകഭേദത്തെ തന്നെയാണ്. അപ്പോൾ അതിപ്പോൾ ഉയർന്നു വരുന്നത് അതൊരു ജീവിതശൈലി രോഗം. ഇപ്പോൾ നമ്മളുടെ ഹൈപ്പർ ടെൻഷൻ, BP-യുടെ അസുഖം, അല്ലെങ്കിൽ ഡയബറ്റീസ്, പ്രമേഹം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതേ കാറ്റഗറിയിൽ വരുന്ന ഒരു ജീവിതശൈലി രോഗമായിട്ട് തന്നെയാണ് അതിനെയും ഇന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഉയർന്നു വരുന്നു, അത് നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് ക്രമീകരിക്കാതെ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പലപ്പോഴും അത് ഫാറ്റി ലിവർ എന്ന് പറയുന്ന ആ ഒരു വളരെ ഈസിലി മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ പിന്നീട് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു ലിവറിനുള്ളിൽ നീര് വയ്ക്കുന്ന ഒരവസ്ഥയിലേക്കും പിന്നീട് സിറോസിസിലേക്കും നീങ്ങി അത് ലിവർ ഫെയിലിയറിൽ വരെ എത്തുന്നതായിട്ട് വളരെയധികം ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ സർ, ഈ ഫാറ്റി ലിവറിൻ്റെ ഏത് സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ളത്? ഇന്നിപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലും പെട്ട ആളുകളിൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു പാരനോയിയ പോലെ കണ്ടുവരുന്നുണ്ട്. മിക്കവരും ഏതെങ്കിലും കാര്യത്തിനായിട്ടൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും കാരണത്തിനായിട്ട് സ്കാൻ ചെയ്തു, അതിനകത്ത് ഫാറ്റി ലിവർ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഫാറ്റി ലിവർ ചികിത്സിക്കാനായിട്ട് നമ്മുടെ OPDകളിലേക്ക് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനെ കാണേണ്ടത് ഇതൊരു പ്രത്യേകമായിട്ട് മാത്രം ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു അസുഖം ആയിട്ട് കാണുന്നതിനേക്കാളും ഇത് നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങൾ, അതായത് ഡയബറ്റീസ് പോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കാണേണ്ട ഒരു അസുഖമാണ്. അതായത് നമ്മൾക്ക് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും മറ്റും നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ കാലറീസാണ് നമ്മൾ പൊതുവെ കൺസ്യൂം ചെയ്യുന്നത്. അത് മധുരത്തിൻ്റെ രൂപത്തിലും അതുപോലെ തന്നെ കൊഴുപ്പുകളുടെ രൂപത്തിലും നമ്മൾ എക്സസ് കാലറീസ് കൺസ്യൂം ചെയ്യുന്നതാണ് ഇതിനകത്തൊരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്.
അപ്പോൾ അത് തന്നെയാണ് ഡയബറ്റീസിലേക്കും അതുപോലെ അമിതവണ്ണത്തിലേക്കും ഒക്കെ നയിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരേ കുടക്കീഴിൽ കണ്ടാലേ ഇതിനായിട്ടൊരു നമുക്കൊരു കോമൺ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മിക്കവരും ഇതുപോലെ വ്യായാമം തീരെ ഇല്ലാത്തവർ, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവർ, അതുപോലെ തന്നെ മദ്യം ഉപയോഗിക്കുന്നവർ, ഇവരിലെല്ലാം കണ്ടുവരുന്ന ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏകദേശം സെയിമാണ്. ഈ ഫാറ്റി ലിവർ, ആൽക്കഹോളിക് ലിവർ ഡിസീസിലും ആദ്യം തന്നെ ഒരു ഫാറ്റി ഇൻഫിൽട്രേഷനാണ് കാണുന്നത്. അതായത് കൊഴുപ്പടിയുന്ന, ലിവറിൽ കൊഴുപ്പടിയുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിലും ആദ്യം കൊഴുപ്പടിയുന്ന ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ എല്ലാം ഒരു പ്രൈമറി ഡ്രൈവിംഗ് ഫാക്ടർ നമ്മുടെ വ്യായാമമില്ലായ്മയും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും മറ്റുമാണ് ഇതിൻ്റെ ഒരു പ്രൈമറി ഡ്രൈവിംഗ് ഫാക്ടർ. ഇത് രണ്ടും ഇപ്പോൾ ഈക്വൽ പ്രൊപ്പോർഷനിലാണോ സർ കാണുന്നത്, ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസും അതുപോലെ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസും? അങ്ങനെ ഈക്വൽ പ്രൊപ്പോർഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇന്നും നമ്മുടെ നാട്ടിൽ ലിവർ ഫെയിലിയറിലോട്ട് എത്തുന്നത് ഇന്നും കൂടുതലായിട്ട് കാണുന്നത് എപ്പോഴും ആൽക്കഹോളിക് ലിവർ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അത് സമൂഹത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ രോഗം തന്നെയാണ്, ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ് ആൽക്കഹോളിസം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് തന്നെയാണ്. പക്ഷേ നമ്മളുടെ ഒരു കുറച്ച് വർഷങ്ങൾക്ക്, മേ ബി കുറച്ച് ഡെക്കേഡ്സ് മുമ്പുള്ളതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ലിവർ ഡിസീസും വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. എങ്കിലും ഇപ്പോഴും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് തന്നെയാണ്, അറ്റ്ലീസ്റ്റ് നമ്മുടെ സമൂഹത്തിൽ. ഓക്കെ സർ, പിന്നെ പൊതുവേ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ആൽക്കഹോളിന് സേഫ് ലിമിറ്റ് ഉണ്ടോ? അതും വളരെയധികം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ചോദ്യമാണ്. അതിനകത്തൊരു ഇപ്പോൾ പലരും ഇതിനെപ്പറ്റിയുള്ള ഒരു ഉത്തരം തപ്പി പല സോഴ്സസും തപ്പി നടക്കാറുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി മദ്യപിക്കുന്നവർ, മദ്യത്തിനോട് അടിമപ്പെട്ടവർ. നമുക്ക് തന്നെ ക്വസ്റ്റ്യൻസ് വരാണ്ട്, ഒരു പെഗ്ഗെങ്കിലും ഞാൻ അടിച്ചോട്ടെ എന്നുള്ള ക്വസ്റ്റ്യൻസ്. അതെ, അത് പല രീതിയിലുള്ള ആൻസർ. നമ്മൾക്ക് ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയയിലും നമ്മളുടെ മീഡിയ സ്പേസിൽ നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എവിടുന്നെങ്കിലും നമുക്ക് എന്തായാലും കിട്ടും. ഇപ്പോൾ എനിക്ക് വൈൻ കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ തപ്പുവാണെങ്കിൽ എന്തായാലും യൂട്യൂബിൽ അങ്ങനെ പറയുന്ന ഒരു 100 വീഡിയോ കിട്ടും. അതുപോലെ ദിവസം 2 പെഗ് വിസ്കി കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന 1000 കണക്കിന് വീഡിയോസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എന്തായാലും തപ്പിയാൽ കിട്ടും. പക്ഷേ ഒരു ലിവർ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആധികാരികമായിട്ട് തന്നെ സമൂഹത്തോട് എന്തെങ്കിലും ഒരു കാര്യം ഈ മുഴുവൻ ടോക്കിൽ നിന്ന് ആൾക്കാർക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം, ആൽക്കഹോളിന് യാതൊരു സേഫ് ലിമിറ്റും ഇല്ല എന്നുള്ളതാണ്. ഒരു തുള്ളി പോലും ആൽക്കഹോൾ നമ്മുടെ മുഴുവൻ നമ്മുടെ ഫുൾ ലൈഫ് സ്പാനിൽ നമ്മുടെ അതായത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ആന്തരികമായ പ്രവർത്തനങ്ങളിൽ ഒരു പങ്കും ആൽക്കഹോൾ വഹിക്കുന്നില്ല. നമ്മളുടെ ഒരു അവയവത്തിനും ആൽക്കഹോൾ കൊണ്ട് ദോഷമല്ലാതെ ഗുണമൊന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റിൽ നിന്ന് ആളുകൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതായിക്കോട്ടെ, ആൽക്കഹോളിന് യാതൊരു സേഫ് ലിമിറ്റും ഇല്ല, ഒരു തുള്ളി പോലും ഒരു സേഫ് ലിമിറ്റും ഇല്ല. അതിനകത്ത് ഏതെങ്കിലും ഒരു തരം ആൽക്കഹോൾ കഴിച്ചാൽ കുഴപ്പമില്ല എന്നും പറയാനായിട്ടില്ല. ഇപ്പം ബിയർ കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ബിയർ കഴിക്കുന്ന കുട്ടികളുണ്ടാവും, വൈൻ കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈൻ കഴിക്കുന്ന സ്ത്രീകളുണ്ടാവും. അങ്ങനെ ഒന്നും ആലോചിച്ച് ആരും ആശ്വസിക്കേണ്ട. ഏത് തരത്തിലുള്ള ആൽക്കഹോൾ ഏത് അളവിലാണെങ്കിലും അതെല്ലാം തന്നെ ശരീരത്തിന് ദോഷകരമാണ്. മെയിൽസിനും ഫീമെയിൽസിനും ഈക്വൽ ആയിട്ടാണോ എഫക്റ്റ് ചെയ്യുന്നത്? അല്ല, അത് കൂടുതൽ സ്ത്രീകളിൽ പൊതുവെ ആൽക്കഹോൾ കാരണമുള്ള എഫക്റ്റ് കുറച്ചും കൂടെ പ്രോമിനൻ്റ് ആണ്. അതായത് നമ്മൾ ആണുങ്ങൾ അതായത് പുരുഷന്മാർ കഴിച്ചു കഴിഞ്ഞാൽ അവരെ എഫക്റ്റ് ചെയ്യുന്ന ആ ഒരു ലെവലിനെ വെച്ച് തട്ടിച്ച് നോക്കിയാൽ സ്ത്രീകളിൽ അതിനേക്കാളും ചെറിയ ഒരു അളവിലുള്ള ആൽക്കഹോൾ കൺസംഷൻ കൂടുതൽ മോശമായിട്ടുള്ള ഭവിഷ്യത്തുകളിലേക്ക് നയിക്കാം. ഓക്കെ സർ, ഇപ്പോൾ സിറോസിസിന് നമ്മൾ 2 കാരണങ്ങൾ ഡിസ്കസ് ചെയ്തു, നോൺ ആൽക്കഹോളിക്കും ആൽക്കഹോളിക്കും. ആർ ദർ അതർ കോസസ് ഓൾസോ? തീർച്ചയായിട്ടും സിറോസിസിന് മറ്റ് കാരണങ്ങളും ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത് ക്രോണിക് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസുകളാണ്. അതായത് പ്രധാനമായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. അത് നമ്മുടെ നാട്ടിലിപ്പം കൂടുതലായിട്ട് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. നമ്മുടെ നാട്ടിലും അത് വളരെ പ്രിവലൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വാക്സിൻ പ്രിവെൻറ്റബിൾ ആണ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മളുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂളിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. ജനിച്ച ആദ്യത്തെ ദിവസം തന്നെ കുട്ടിക്ക് കിട്ടുന്ന വാക്സിനുകളിൽ ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. അതുകൊണ്ട് തന്നെ മേ ബി
ഈ വാക്സിനേഷൻ സ്കെഡ്യൂള് കംപ്ലീറ്റ്ലി എല്ലാവരും ഇപ്പോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ മേ ബി ഹെപ്പറ്റൈറ്റിസ് ബി നമുക്ക് തുടച്ചു നീക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ബൂസ്റ്റർ ഡോസസും എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ്. അതെ അതെ അതെ, അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ ചില പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സിനൊക്കെ അതിൻ്റെ പ്രൊട്ടക്ഷൻ കുറച്ച് കൂടുതലായിട്ട് ആവശ്യം വരാറുണ്ട്. അപ്പോൾ അവരവരുടെ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരെയുള്ള ആൻറ്റിബോഡീസിൻ്റെ ലെവൽ നോക്കിയിട്ട് ചിലപ്പോൾ അവർക്ക് ബൂസ്റ്റർ ഡോസസും ആവശ്യമായിട്ട് വരാം. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി, ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് സിറോസിസിലേക്ക് നയിക്കാവുന്നത്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് സിക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു വാക്സിൻ ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ അതിനിപ്പോൾ വളരെ ഫലവത്തായിട്ടുള്ള ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി ഡയഗ്നോസ് ചെയ്തവരിൽ ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് കൂടുതൽ അപകടകരമായിട്ടുള്ള ഭവിഷ്യത്തുകൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഹെപ്പറ്റൈറ്റിസുകൾ കൂടാതെ പിന്നെ റെയർ ആയിട്ടുള്ള ചില ജനറ്റിക് അസുഖങ്ങളാണ്. വിൽസൺസ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കോപ്പർ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഒരുതരം അപാകതയാണ് വിൽസൺ ഡിസീസ്. അതുപോലെ ഹീമോക്രോമറ്റോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അതായത് അയൺ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഒരു അപാകതയാണ്, ഒരു ജനറ്റിക് അസുഖമാണ് ഹീമോക്രോമറ്റോസിസ്. അപ്പോൾ അങ്ങനത്തെ ചുരുക്കം ചില ജനറ്റിക് അസുഖങ്ങളുമുണ്ട് സിറോസിസിലേക്ക് നയിക്കാവുന്നത്. ഓക്കെ സർ, പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അക്യൂട്ട് ലിവർ ഫെയിലിയർ ആണ്. എന്താണ് ലിവർ ഫെയിലിയർ? ഇപ്പോൾ സിറോസിസ് എന്ന് പറയുന്നത് ക്രോണിക് ലിവർ ഡിസീസ് എന്ന് പറഞ്ഞ സിറോസിസ്, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ല. ഇപ്പോൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സി, മദ്യപാനം കാരണമുള്ള ലിവർ ഡിസീസ്, ഇതെല്ലാം പൊതുവെ വളരെ നാളുകൾ കൊണ്ട് ലിവറിനുണ്ടാകുന്ന ഒരസുഖം. അത് പതുക്കെ ലിവറിനെ സിറോസിസ് എന്ന് പറഞ്ഞൊരു അസുഖത്തിലേക്ക് നയിക്കുന്നത്. അതായത് ലിവർ പൊതുവെ ഒരു സ്കാർ ടിഷ്യൂ പോലെ, നമുക്കൊരു മുറിവ് ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് സ്കാർ ടിഷ്യൂ. അപ്പോൾ ലിവറിനെ മുഴുവനും ഒരു സ്കാർ ടിഷ്യൂ കൊണ്ട് മൂടി ലിവർ കട്ടിയായി ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വർഷങ്ങൾ കൊണ്ട് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയാണ് ക്രോണിക് ലിവർ ഡിസീസും അതിൻ്റെ ഭവിഷ്യത്തായിട്ടുള്ള സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു പരിധി കഴിയുമ്പോഴത്തേക്കാണ് അത് ലിവർ ഫെയിലിയറിലേക്ക് നയിക്കുന്നത്. അതേസമയം അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. പൊതുവേ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രിവലൻ്റ് ആയിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷനാണ്. അത് പൊതുവേ ഭക്ഷണത്തിൽ നിന്നും, മലിനമായിട്ടുള്ള ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും പകരുന്ന ഒരു വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് എ. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ട്, അതും ഇതുപോലെ തന്നെ മലിനമായിട്ടുള്ള ഭക്ഷണത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് പകരുന്നതാണ്. എയും ഇയും ഹെപ്പറ്റൈറ്റിസ് കൂടാതെ പാരസെറ്റമോൾ ഓവർ ഡോസ് പലപ്പോഴും ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പലരും ചെയ്യുന്നതാണ് പാരസെറ്റമോൾ ഓവർ ഡോസ്. അപ്പോൾ അതുമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അക്യൂട്ട് ലിവർ ഫെയിലിയറിലേക്ക് നയിക്കുന്നത്. അക്യൂട്ട് ലിവർ ഫെയിലിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സാധാരണഗതിയിൽ നോർമലായിട്ടുള്ള ഒരു ലിവറിനെ ഏതെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഇൻസൾട്ട് ഉണ്ടാവുക, അതിനെ നമ്മുടെ ശരീരത്തിൻ്റെ നോർമലായിട്ടുള്ള ഹീലിംഗ് മെക്കാനിസത്തിന് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ ലിവറിൻ്റെ പ്രവർത്തനം നിലച്ചു പോകുന്ന ഒരവസ്ഥയാണ് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒരു ഔട്ട് ബ്രേക്ക് നമ്മുടെ കൊച്ചി ചുറ്റുവട്ടത്തുള്ള നഗരത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒരു ഔട്ട് ബ്രേക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാടധികം രോഗികൾ ഈ ഒരു ലിവർ ഫെയിലിയറുമായിട്ട് നമ്മളുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അതിൽ ചിലർക്കെങ്കിലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പോലും ആവശ്യമായിട്ട് വന്നിട്ടുമുണ്ട്. കൂടുതലും യങ് ഏജിലാണ് ഒരു അക്യൂട്ട് ലിവർ ഫെയിലിയർ, ഹെപ്പറ്റൈറ്റിസ് എ ഇൻഡ്യൂസ്ഡ് അക്യൂട്ട് ലിവർ ഫെയിലിയർ വരുന്നതെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഏത് ഏജിലുള്ള രോഗികൾക്കും ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചു കഴിഞ്ഞാൽ അക്യൂട്ട് ലിവർ ഫെയിലിയർ വരാം. പൊതുവെ നമ്മുടെ ഒരു സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ പൊതുവെ ഹെപ്പറ്റൈറ്റിസ് എ ഒട്ടുമിക്ക ആളുകൾക്കും ചെറുപ്പത്തിലും മറ്റും വന്നിട്ടുള്ളവരായിരിക്കും. ഇപ്പം ഞാനടക്കം എനിക്ക് എൻ്റെ MBBS കാലഘട്ടത്തിൽ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഒരുപാടധികം പേർക്ക് ഏതോ ഒരു വാട്ടർ സോഴ്സിൽ നിന്നായിരിക്കാം എല്ലാവർക്കും വന്നിരുന്നു. പക്ഷെ അന്ന് ഭാഗ്യവശാൽ ആർക്കും ഒരു ലിവർ ഫെയിലിയറിലോട്ട് പോയില്ല, തനിയെ തന്നെ എല്ലാവരും തന്നെ റിക്കവർ ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ മിക്കവരിലും ഹെപ്പറ്റൈറ്റിസ് വന്നിട്ടുള്ളവരാണ് നമ്മുടെ സമൂഹത്തിൽ മിക്കവരിലും. അപ്പോൾ അതൊരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയും തരും. ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും വാക്സിൻ ഉണ്ട്, അതും ഒരു വാക്സിൻ പ്രിവെൻറ്റബിൾ അസുഖമാണ്. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇനി ഹെപ്പറ്റൈറ്റിസ് വരില്ല. ഒരു 90% മുകളിലും അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടും ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ യങ്സ്റ്റേഴ്സിൽ കൂടുതലായിട്ട് കാണുന്നതിൻ്റെ ഒരു കാരണം, നമ്മളിപ്പോൾ അതിന് ഒരുപാട് ബയാസുകൾ ഉണ്ടായിരിക്കാം. നമ്മളിപ്പോൾ കൂടുതലും യങ്സ്റ്റേഴ്സിലായിരിക്കും ആദ്യമായിട്ട് ഇൻഫെക്ഷൻ വന്ന് നമ്മളുടെ അടുത്തോട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മളൊരു ലിവർ
ടീമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്കതുകൊണ്ട് കൂടുതൽ കാണുന്നതും ആയിരിക്കാം. അല്ലാതെ അതൊരു യങ്സ്റ്റേഴ്സിൽ മാത്രം ലിവർ ഫെയിലിയർ ഉണ്ടാക്കുന്നു എന്നൊരു ഇത് കാണാറില്ല. ഈ അക്യൂട്ട് ലിവർ ഫെയിലിയർ ഇപ്പോൾ കുറച്ചുകൂടെ ഡേഞ്ചർ ആണെന്ന് തോന്നുന്നുണ്ടോ? ഓർ ഹെപ്പറ്റൈറ്റിസ് എ ഇപ്പോൾ കുറച്ച് ഡേഞ്ചർ സൈൻസ് പോലെ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ സാറിന്? അങ്ങനെ ചോദിച്ചാൽ ഇപ്പം നേരത്തെ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പെട്ടെന്ന് പേഷ്യൻസ് ക്യൂറായി അങ്ങ് മാറും, ഒരു 6 വീക്സിനുള്ളിൽ ക്യൂറാവും. പക്ഷേ ഇപ്പോൾ ദേ ഗോ ഇൻ ടു ലിവർ ഫെയിലിയർ അല്ലേ? അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഒരു എപ്പിഡമിയോളജിയിൽ, അതായത് അതിൻ്റെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിൻ്റെ ആ ഒരു സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നതായിട്ട് നമുക്കൊരു സയൻറ്റിഫിക് സ്റ്റഡീസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമുക്ക് നമ്മുടെ സെൻറ്ററിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇപ്പോൾ വളരെയധികം രോഗികൾ ഹെപ്പറ്റൈറ്റിസ് എയുമായിട്ട് പണ്ടൊക്കെ കണ്ടിരുന്നതിനേക്കാളും കുറച്ചും കൂടെ അധികം ആളുകൾ ഫെയിലിയറിലോട്ട് പോകുന്നതായിട്ടും ആ ഫെയിലിയർ പലപ്പോഴും റിക്കവർ ചെയ്യാതെ വരുന്നതായിട്ടും ഈ അടുത്തായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചാലേ ആധികാരികമായിട്ട് അങ്ങനെ ആ ഒരു വൈറസിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം, ജനിതകമായിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ ശരി. സിറോസിസിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് സർ? ലൈക്ക് ഇനീഷ്യൽ മാനേജ്മെൻറ്റ് എപ്പോഴാണ് നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോകുന്നത്? സിറോസിസിനെ നമ്മൾക്ക് വളരെ ബ്രോഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ പറയാം, ക്ലാസിഫൈ ചെയ്യാം. അതായത് രണ്ടായി തിരിക്കാം. ഒന്ന് കോമ്പൻസേറ്റഡ് സിറോസിസ് എന്ന് പറയും, മറ്റേത് ഡീകോമ്പൻസേറ്റഡ് സിറോസിസ് എന്ന് പറയും. കോമ്പൻസേറ്റഡ് സിറോസിസ് എന്ന് പറഞ്ഞാൽ അതായത് ലിവറിനെ ഇങ്ങനെ ഒരുപാട് നാളുകൾ കൊണ്ടുള്ള ലിവറിനോടുള്ളൊരു ഇൻസൾട്ട്, അതായത് മദ്യപാനമോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷനുകളോ ഫാറ്റി ലിവർ ഡിസീസോ മറ്റോ കാരണം ലിവർ പതിയെ ഡാമേജ് വന്ന് അത് ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അതൊരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. സിറോസിസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചൊരു നോർമൽ ലിവറിലേക്ക് റീജനറേറ്റ് ചെയ്യാന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, സിറോസിസ് റിവേഴ്സിബിൾ ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറോസിസ് എന്ന് പറയുന്ന സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരു കോമ്പൻസേറ്റഡ് ഡീകോമ്പൻസേറ്റഡ് എന്ന് രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ കോമ്പൻസേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് കാരണമുള്ള നമ്മുടെ ലിവറിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ജോലികളുണ്ട്. അതായത് ബ്ലഡിൻ്റെ ക്ലോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടീനുകളെ ഉണ്ടാക്കുക, അതുപോലെ ശരീരത്തിനകത്തെ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക, ശരീരത്തിനകത്തെ പ്രോട്ടീൻ്റെ അളവുകൾ നിയന്ത്രിക്കുക, ശരീരത്തിൻ്റെ ഊർജത്തിൻ്റെ മെറ്റബോളിസം, അതായത് നമ്മുടെ ഷുഗറും അതുപോലെ നമ്മുടെ ഫാറ്റിൻ്റെയൊക്കെ ലെവലുകൾ നിയന്ത്രിക്കുക, അതുവഴി ശരീരത്തിൻ്റെ ഊർജത്തിൻ്റെ ലെവലുകളെ നിയന്ത്രിക്കുക, അതുപോലെ പല ടോക്സിനുകളെയും ക്ലിയർ ചെയ്യുക. ഇങ്ങനെ 100 കണക്കിന് 1000 കണക്കിന് പ്രധാനപ്പെട്ട ജോലികൾ ലിവറിന് ചെയ്യാനുണ്ട്. അപ്പോൾ ലിവറിനെ സംബന്ധിച്ചിടത്തോളം ലിവർ വളരെ വളരെയധികം റിസർവ് ഉള്ളൊരു ഓർഗനാണ്. നമുക്ക് ഏകദേശം ഒരു 70-80 അല്ലെങ്കിൽ ഒരു 90% ലിവറിൻ്റെ ഫങ്ഷൻസ്, ഈ ചുരുങ്ങി ലിവറിൻ്റെ ഒരു 70-80-90% ഫങ്ഷൻസ് നഷ്ടപ്പെട്ടാൽ പോലും ആ ബാക്കിയുള്ള ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ശരീരത്തിൻ്റെ നോർമൽ ഫങ്ഷൻസ് ലിവറിന് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മേജർ ഫങ്ഷൻസ് ഒന്നും പരാജയപ്പെടാത്ത ആ ഒരവസ്ഥ വരെ ഉള്ള ഒരു സിറ്റുവേഷനെയാണ് കോമ്പൻസേറ്റഡ് സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം രോഗികളിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ആവശ്യം വരുന്നില്ല. പലപ്പോഴും നമുക്ക് ലിവറിനെ കൂടുതൽ ഉപദ്രവിക്കാതെ കുറച്ച് വ്യായാമ മുറകളിലൂടെ ശരീരത്തിനെ കുറച്ചുകൂടെ ഫിറ്റാക്കി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ മദ്യം പൂർണ്ണമായിട്ട് നിർത്തി അങ്ങനെ ലിവറിനെ ജസ്റ്റ് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു മീഡിയൻ സർവൈവൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 5-10 വർഷത്തിലും കൂടുതലാണ്. അതായത് അവർ ഓൾമോസ്റ്റ് കുഴപ്പമില്ലാതെ അവർ മുമ്പോട്ട് പോകും. അതേസമയം ഡീകോമ്പൻസേറ്റഡ് ലിവർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ലിവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ ഫെയിൽ ആവുന്ന ഒരവസ്ഥ. അതായത് ശരീരത്തിന് നീര് കെട്ടാൻ തുടങ്ങുക, ശരീരത്തിലെ വെള്ളം വയറിനകത്ത് നീര് കെട്ടാൻ തുടങ്ങുക, അതായത് അസൈറ്റിസ് അല്ലെങ്കിൽ മഹോദരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോണ്ടിസ് മഞ്ഞപ്പിത്തം കണ്ടു തുടങ്ങുക, അല്ലെങ്കിൽ ഈ ടോക്സിനുകളെ ക്ലിയർ ചെയ്യാൻ പറ്റാതെ ആ ടോക്സിനുകൾ ബ്രെയിനിലെത്തിയിട്ട് ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്ന് പറയുന്ന ഒരവസ്ഥ വരിക. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ലിവർ ഫെയിലിയറിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അത്തരം രോഗികളുടെ ഒരു മീഡിയൻ സർവൈവൽ എന്ന് പറയുന്നത് ഏകദേശം 1 മുതൽ 2 വർഷം വരെ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അതിനകത്ത് അങ്ങനെയുള്ളൊരു 100 രോഗികൾ ഡീകോമ്പൻസേറ്റ് ചെയ്തിട്ടുള്ള ഒരു 100 രോഗികളെ എടുത്തു കഴിഞ്ഞാൽ അവരിൽ 50% ആളുകളും അടുത്ത 1-2 വർഷത്തിനുള്ളിൽ മരിച്ചു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള രോഗികളിലാണ് പൊതുവേ നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ മുന്നോട്ടുള്ളൊരു വഴി ആയി ഉള്ളൂ എന്ന് പറയുന്നത്.